DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 15 ഞായർ. ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വർണ്ണവിലയിലുണ്ടായ അസാധാരണമായ കുതിച്ചുചാട്ടം നിക്ഷേപകർക്ക് വലിയ ലാഭമാണ് നൽകുന്നത്. വില ഉയർന്നതോടെ രാജ്യത്തെ സാധാരണ കുടുംബങ്ങളുടെ പക്കലുള്ള സ്വർണ്ണ ആസ്തിയുടെ മൂല്യത്തിലും വലിയ വർധനവുണ്ടായി. ഇന്ത്യയിൽ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന സ്വർണ്ണത്തിന് നിയമപരമായി അളവ് നിശ്ചയിച്ചിട്ടില്ലെങ്കിലും വരുമാന സ്രോതസ്സ് വെളിപ്പെടുത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ആദായനികുതി വകുപ്പ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് വിവാഹിതരായ ഒരു സ്ത്രീക്ക് 500 ഗ്രാം സ്വർണവും അവിവാഹിതയായ യുവതിക്ക് 250 ഗ്രാമും പുരുഷന്മാർക്ക് 100 ഗ്രാമും രേഖകളില്ലാതെ തന്നെ കൈവശം വെക്കാം. നിശ്ചിത പരിധിയിൽ കൂടുതൽ സ്വർണം സൂക്ഷിക്കുന്നവർ അതിൻ്റെ സ്രോതസ്സ് തെളിയിക്കുന്ന രേഖകൾ കരുതേണ്ടതുണ്ട്. അധികമായി കൈവശം വെച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ ഉറവിടം വ്യക്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനെ വിശദീകരിക്കാത്ത നിക്ഷേപമായി ആദായനികുതി വകുപ്പ് കണക്കാക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ സ്വർണത്തിൻ്റെ മൂല്യത്തിൻ്റെ 60% നികുതിയായും അതിനു പുറമെ സർചാർജ്, സെസ് എന്നിവയും ഈടാക്കും. പലിശയും പിഴയും ഇതിനു പുറമെ നൽകേണ്ടി വരും. അടുത്ത അറിയിപ്പ്, സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് പാലിച്ചില്ലെന്ന പേരിൽ ഉപഭോക്താക്കളിൽ നിന്ന് പിഴ ഈടാക്കരുതെന്ന് പാർലമെന്റിന്റെ പെറ്റീഷൻസ് കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മിനിമം ബാലൻസ് ഇല്ലാത്തതിനാൽ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ പിഴ ഇനത്തിൽ 4817 കോടി രൂപയാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയത്. പിഴ പൂർണ്ണമായും നിർത്തലാക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ റിസർവ് ബാങ്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസും പുറത്തിറക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. SBI, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് എന്നിവ പിഴ ഒഴിവാക്കിയിട്ടുണ്ട്. യുകോ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നിവ പിഴ നിർത്തലാക്കാൻ ആലോചിക്കുന്നുമുണ്ട്. അടുത്ത അറിയിപ്പ്, ഡിജിറ്റൽ ഇടപാടുകളിലെ തട്ടിപ്പിനിരയാവുന്ന ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരമായി 25,000 രൂപ ഉറപ്പാക്കുവാൻ റിസർവ് ബാങ്ക് നടപടി ആരംഭിച്ചിരിക്കുകയാണ്. സാമ്പത്തിക തട്ടിപ്പുകളിൽ 65%വും 50,000 രൂപയിൽ താഴെ വരുന്നതാണ്. നഷ്ടമായ തുകയുടെ 85% അല്ലെങ്കിൽ പരമാവധി 25,000 രൂപ വരെ നഷ്ടപരിഹാരമായി ലഭ്യമാക്കും. ഒരാൾക്ക് ഒരു വട്ടം മാത്രമേ ഇത്തരത്തിൽ നഷ്ടപരിഹാരം ലഭിക്കൂ. അടുത്ത അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു വിതരണത്തിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസം അവസാനത്തോടെ 22ാം ഗഡു അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് നിലവിൽ വരുന്ന അറിയിപ്പുകൾ. കൃത്യമായ തീയതി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു കർഷക കുടുംബത്തിലെ ഏതെങ്കിലും ഒരംഗം കഴിഞ്ഞ വർഷം ആദായനികുതി അടച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബം ഈ പദ്ധതിക്ക് അർഹരല്ല. അർഹതയില്ലാതെ തുക കൈപ്പറ്റുന്നവരെ കണ്ടെത്താൻ സർക്കാർ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഇത്തരക്കാർ ഇതുവരെ വാങ്ങിയ എല്ലാ ഗഡുക്കളും, അതായത് പഴയ തുക ഉൾപ്പെടെ സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ടി വരും. ഇനി അനർഹർക്ക് പിഴയിൽ നിന്നും മറ്റ് നടപടികളിൽ നിന്നും ഒഴിവാകാൻ PM കിസാൻ പോർട്ടൽ വഴി സ്വമേധയാ പിന്മാറാവുന്നതാണ്. അതിനായി pmkisan.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് താഴെ കാണുന്ന വോളണ്ടറി സറണ്ടർ ഓഫ് PM കിസാൻ ബെനഫിറ്റ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ നമ്പർ നൽകി OTP വഴി ലോഗിൻ ചെയ്ത് പദ്ധതിയിൽ നിന്ന് ഒഴിവാകാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.